ഇപ്പം എന്താ നിനക്ക് പറയാനുള്ളത്? കിലോമീറ്റർ ഉള്ളെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് 2-3 കിലോമീറ്റർ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ. കുറേ ടൈം എടുത്തിട്ടോ കയറാനായിട്ട്. പക്ഷെ മുകളിലോട്ട് എത്തിയ ടൈമിൽ അവിടുത്തെ വ്യൂ കണ്ടപ്പോൾ ഈ കയറിയ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. മുകളിൽ തന്നെ ഒരു അമ്പലമായിരുന്നേ. അപ്പം കുറേ ഭക്തരവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ തന്നെ നമ്മൾ പോയിരുന്ന് കുറേ നേരം റെസ്റ്റ് എടുത്തു. ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു, അതിന് താഴെ റെസ്റ്റ് എടുത്ത് കുറേ നേരം. എന്നിട്ടാണ് നമ്മൾ വ്യൂ കാണാനായിട്ട് മുമ്പിലോട്ട് നീങ്ങിയത്. അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു കേട്ടോ മുമ്പിലോട്ട് കാണാൻ പറ്റിയത്. എന്താ വെച്ചാൽ പടർന്ന് കിടക്കുന്നൊരു വൻ കാട് തന്നെയായിരുന്നു കേട്ടോ മുകളിൽ നിന്ന് കാണുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. പച്ചപ്പ് നിറഞ്ഞിങ്ങനെ കണ്ണിന് തന്നെ ഭയങ്കര കുളിർമ തോന്നുന്ന ഒരു വ്യൂ തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ മുകളിൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ, ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. അപ്പം കുറേ നേരം ആ തണുത്ത കാറ്റിങ്ങനെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. എന്നിട്ടായിരുന്നു നമ്മൾ തിരിച്ച് മടങ്ങിയത്. അത്രയ്ക്കും അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. നിങ്ങൾ കൊല്ലത്തുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ട് തന്നെയാണ് ഈ പാണ്ഡവം പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.